ഈ സർക്കാരിന്റെ ഓപ്പറേഷൻ ട്രീ കട്ടേഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. അതായത് മെസ്സിയെ കൊണ്ടുവരാവുന്ന പേരിൽ നാട്ടുകാരെ പിന്നെ സർക്കാരിനെ എല്ലാം കബളിപ്പിച്ച് GST അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന RBC റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവർക്കെതിരെ GST ഇന്റലിജൻസിന്റെ നടപടികൾ ആരംഭിച്ചു. ആദ്യ പടിയായിട്ട് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം നിയോഗിച്ചതേ ഉള്ളൂ. അവർ ചുമതല ഏറ്റെടുത്തു, അവർ ജോലി ആരംഭിച്ചു. തൊട്ട് പുറകെ 3 ഉദ്യോഗസ്ഥർക്ക് കാസർഗോഡ് ഇന്റലിജൻസിലെ GST ഇന്റലിജൻസിലെ 3 ഉദ്യോഗസ്ഥർക്ക് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ കൊടുത്തു. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ഇതിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ അല്ലേ, ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മുടെ പയ്യന്നൂർ MLA ആയിരുന്ന TI മധുസൂദന്റെ ഭാര്യയാണ്. TI മധുസൂദനെ അറിയാലോ, നമ്മുടെ പഴയ ഫണ്ട് പിരിവ് വിവാദത്തിൽ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് V കുഞ്ഞകൃഷ്ണൻ ആരോപണം ഉന്നയിച്ച പഴയ MLA അദ്ദേഹത്തോടെ പരാജയപ്പെട്ടു. കുഞ്ഞകൃഷ്ണൻ ഇത്തവണ അദ്ദേഹം ആ ആരോപണത്തിന്റെ പുറത്ത് പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ GST ഇന്റലിജൻസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ. ഏതായാലും ഈ ഒരു നെക്സസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം. ഇതെല്ലാം CPM നേതാക്കളുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ചെമ്പ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്. കാരണം ഒരു വർഷമായിട്ടും ഈ GST എന്തുകൊണ്ട് പിരിച്ചില്ല എന്നാണ് ഇവരോട് ചോദിച്ചത്. അല്ലാത്തല്ല സാധാരണക്കാരനായിരുന്നു GSTയിൽ ഇങ്ങനെ ഇത് അടയ്ക്കാതെ പോയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. അപ്പോൾ GST പിരിക്കാഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികം സർക്കാർ വിളിച്ചു പറയുന്നു അവർ GST പിരിക്കണ്ട, നിങ്ങൾ വിട്ടേക്കൂ, അവര് 22 കോടി രൂപ GST അടയ്ക്കേണ്ടത് നിങ്ങൾ അടപ്പിക്കണ്ട, നമ്മുടെ സ്വന്തക്കാരാണ്, തടഞ്ഞു നിങ്ങൾ വിട്ടേക്കൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഉദ്യോഗസ്ഥർ ഇത് പിടിക്കാതിരുന്നത്, GST നോട്ടീസ് കൊടുക്കുക. ഇത് വലിയ സഹാവിന്റെ ഭാര്യയാണോ ഏറ്റവും പ്രധാനപ്പെട്ട പദവി ഇരിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് ഇടതുപക്ഷ യൂണിയനിൽ പെട്ടവരും കൂടെ ആയിരിക്കും. അതെ, നിർദ്ദേശം വന്നാണ് പാർട്ടി നിർദ്ദേശമാണല്ലോ അനുസരിക്കേണ്ടത്, അല്ലാതെ ജനങ്ങളെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒന്നും കാര്യം പാർട്ടി പറഞ്ഞാണ് ശരി നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യണ്ട, ഇവർ നമ്മുടെ ആളിലാണ്, അവർ അവിടെ സ്വസ്ഥമായിരുന്നോട്ടെ എന്ന് പറഞ്ഞാണ് ഇവർ ഏറ്റു. ഈ മരം കൊള്ളക്കാരനും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു എന്തായിരുന്നു ഇത്? അത് 2 കൊള്ളസങ്കേതം നടത്തിപ്പുകാർ എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ഒരു കോമൺ ഫാക്ട്. അതെ, രണ്ടുപേരും കൊള്ളസങ്കേതം നടത്തും. കൊള്ളസംഘങ്ങൾ തമ്മിൽ എപ്പോഴും അങ്ങോട്ട് പരസ്പരം ഏറ്റുമുട്ടലാണ് നടക്കാറ്. അതെ, ഇവിടെ ചില കാര്യങ്ങളിൽ ഒരു യോജിച്ചു. ഇവിടെ ഒത്തൊരുമിച്ചുള്ള കൊള്ളയടിയാണ് നടന്നത്. അതാണ് സംഭവം. പിണറായി വിജയൻ തനിക്ക് ഒരു സാമന്ത കൊള്ളക്കാരനെ വേണം. അങ്ങനെ നടക്കുമ്പോഴാണ് ഇവന്മാർ കയ്യിൽ വന്ന് തെളിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആന്റോ അഗസ്റ്റിൻ ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, എവിടെ നിന്നാണ് അത്, എങ്ങനെയാണെന്ന് ഇപ്പൊ ED വരുമ്പോൾ അത് മനസ്സിലായിക്കോളൂ. പക്ഷേ ആരുടെക്കോ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള പണമാണ് ഇവിടുന്ന് മെസ്സിയുടെ പേരിൽ നിങ്ങൾ കടത്തിയിട്ടുള്ളത് എന്നുള്ളത് ഈ കേരളത്തിലെ ജനസമൂഹത്തിൽ ഏതാണ്ട് ഒരു ഏറിയ കൂറും അങ്ങനെ വിശ്വസിക്കും. അതായിരിക്കും സത്യമാവാനാണ് സാധ്യതയുള്ളത്. കാരണം ഈ നെക്സസ് ഒക്കെ കാണുമ്പോൾ, ഇവരെല്ലാം തമ്മിലുള്ള ബന്ധങ്ങൾ കാണുമ്പോൾ ഇവരെല്ലാം ഈ കൊള്ളസംഘങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് ഈ എത്രയും വേഗം അന്വേഷണം ED ആരംഭിക്കുകയും CBIയോ ഇന്റർപോളോ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് നമ്മുടെ പണം എങ്ങനെ വിദേശത്ത് എത്തിച്ചു എന്നുള്ളത്, ഇന്ത്യക്ക് നമുക്ക് നഷ്ടം സംഭവിച്ച രീതിയിലുള്ള ഇത്രയും വലിയ ഗുരുതരമായൊരു നീക്കം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ എന്തായാലും ഈ 3 ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ കൊടുത്തു. ഇതിന് പിന്നാലെ ഇവർക്ക് സസ്പെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. എന്നാൽ ഇത്രയും വലിയ തുകയാണ്, 22 കോടി രൂപയുടെ പലിശ എത്ര ഉണ്ടെന്ന് ആലോചിച്ചു. അതെ, ഈ 126 കോടി രൂപ അവർ അടച്ചു. അപ്പോൾ അതിൻ്റെ GST ആണ് ഈ 22 കോടി രൂപ. ഈ 22 കോടി രൂപ ഒരു വർഷമായി അടയ്ക്കാതെ കിടക്കുന്നു, GST അടയ്ക്കാതെ കിടക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശരിയാകും? പണം അടച്ചു എന്നുള്ളതിന് തെളിവുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴാണ് പക്ഷേ അത് ആരുടെ പണം, ആരുടെ പണം, കൃത്യമായിട്ട് ആർക്കാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിച്ച് വരുമ്പോൾ പതുക്കെ തൈക്കണ്ടി ഫാമിലിയുടെ കൊള്ളസങ്കേതത്തിലോട്ട് ചെന്ന് നിൽക്കും എന്നുള്ള ഒരു ഭയം. അതിന് സാധ്യത കളയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏതാണ്ട് അംബാനി കടത്തി വിട്ടുന്ന രീതിയിലേക്ക് അവരെല്ലാവരും പോയി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊള്ളസങ്കേതം നടത്തിപ്പുകാർ അപ്പം ആന്റോ അഗസ്റ്റിനും ബ്രദേഴ്സും വലിയ കൊള്ളക്കാരാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇവർ ഈ 3 പേരിൽ ഈ 2 പേരാണ് ജയിലിൽ പോയിട്ടുള്ളത്. ഒന്ന് ഈ ജോസുകുട്ടിയും ഈ ആന്റോയും ആദ്യകാല തട്ടിപ്പുകൾക്ക്. ഇതിനകത്ത് യഥാർത്ഥ സൂത്രധാരൻ ഇവരുടെ റോജി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളാണ്. അയാളാണ് യഥാർത്ഥ തല, ഈ തട്ടിപ്പിന്റെ തലയെന്ന് പറയുന്ന അയാളാണ്. അയാൾ പറയുന്ന അനുസരിച്ച് ഇവരിത് നീക്കിക്കൊണ്ട് പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ റോജി അഗസ്റ്റിനും പല കേസിലും പെട്ടെങ്കിലും ജയിലിൽ പോയിട്ടില്ല. ആദ്യമായിട്ട് റോജി അഗസ്റ്റിൻ ജയിലിൽ പോകുന്നത് ഈ മുട്ടിൽ മരമുറി കേസിനകത്താണ്. അല്ല, അതിന് ആ മുട്ടിൽ മരമുറിയിൽ ഇതിന് മുമ്പ് കളമശ്ശേരിയിലെ കേസിലകത്ത് പോയതാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ 2 കോടി രൂപ പറ്റിച്ച കേസിൽ. അതായത്
ബാങ്ക് ഓഫ് ബറോഡയെ കാണിച്ച് കൊടുത്ത വസ്തു SBIക്ക് നേരത്തെ പണയം വെച്ച നേരത്തെ വസ്തു ഈട് കാണിച്ചു. വെച്ചിട്ടുള്ള എന്നിട്ട് ഈ വസ്തു കൊണ്ട് കാണിച്ചു വെച്ച് വേറൊരു വസ്തുവിൻ്റെ ടൈറ്റിൽ ഡീഡ് ഉപയോഗിച്ച് ആണ് ഇവന്മാർ തട്ടിപ്പാണത്. എന്നിട്ട് ഇത് ഈ 20 ലക്ഷം രൂപ പോലും വില മതിക്കാത്ത ഒരു പ്രോപ്പർട്ടി കാണിച്ചിട്ട് 2 കോടി രൂപ അടിച്ചു മാറ്റി. പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവന്മാർ ഷോ ഇറക്കി. അവരെന്ത് ചെയ്തു? അവർ കോട്ട സൂട്ടിലെ മാങ്കാപോൺ നിൽക്കുന്നിടത്തു നിന്നാണ് കൊണ്ടുപോകുന്നത്. അവർ കോട്ട സൂട്ടും എല്ലാം ഊരി കളഞ്ഞു വെച്ച് അണ്ടർവെയർ ഇടിച്ച് ജയിലിൽ സെല്ലിൽ കിടന്നു 2 തവണ കിടന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അപ്പോൾ ഇവരെ ഇറക്കാൻ ചെന്നേരെന്നറിയോ? നികേഷ് കുമാർ. അതെ, നികേഷ് കുമാറാണ് ഇവരെ ഇറക്കാൻ. അപ്പോൾ എന്താണ് ബന്ധം? അപ്പോൾ നികേഷ് എന്ന് പോലീസുകാരോട് പറഞ്ഞത്, എനിക്ക് പിന്നെ ഇവരുമായിട്ട് ഒരു ഇതുണ്ട്, എൻ്റെ സ്ഥാപനം ഇപ്പോൾ ഇവരാ നടത്തുന്നത്. അന്നേ ഇങ്ങനെ നടത്തുവാണ്. നടത്തിപ്പ് അന്നേ എഴുതി കൊടുത്ത് അന്നേ ഇവർ പൈസ മുടക്കുന്നു. എന്നിട്ട് അവരായിരുന്നല്ലോ അന്ന് അവിടെ വാർത്ത തീരുമാനിക്കും. അന്നും പിന്നെ ഇവൻ കോട്ടൺ സൂട്ട് വിട്ട് കയറി ഇരുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പം പൂർണ്ണമായിട്ട് അവൻ്റെ കൈ വന്നതിന് ശേഷമാണ് കോട്ടൺ സൂട്ട് വിട്ട് കയറി ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ലോകത്തിലേക്ക് വലിയ ആനക്കള്ളന്മാർ ആയിട്ടുള്ള 3 സഹോദരന്മാർ, കൂട്ടിക്കാൻ കടകോലിനെ പോലുള്ള മഹാകള്ളന്മാർ, പിണറായി വിജയൻ MP പിന്നെ ഇവിടുത്തെ CPM DYF യുവജന സംഘടനകളെല്ലാം ഇപ്പോഴും നിൽക്കുകയല്ലേ. ഈ കാട്ടുകള്ളന് യുവജന സംഘടനകൾ പരവതാനി വിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് മുകളിൽ നിർദ്ദേശങ്ങൾ ഉണ്ട്. അതാണ് സംഭവിച്ചത്. എന്താണെങ്കിലും ഇവരുടെ GST വെട്ടി മാത്രമല്ല, 22 കോടിക്ക് പലിശ എത്രയാന്ന് കൂട്ടി വെക്കണം ഒരു മാസം. പലിശ ഈടാക്കണം അവരെന്ന്. അതെ, ഈടാക്കി ഈ ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദികളാണെങ്കിൽ അവർ സർവീസിൽ കർശനമായ നടപടി സ്വീകരിക്കണം. TMSന്റെ ഭാര്യയാണെന്നുള്ളതൊക്കെ പാർട്ടി ഓഫീസിൽ പറഞ്ഞത്. കാര്യം അവർ ദേശാഭിമാനി ജോലി എടുത്തോളൂ. പക്ഷേ അതല്ലെങ്കിൽ നടപടി എടുക്കണം അവരൊക്കെ പേരിൽ. ഇത്രയും വലിയ നഷ്ടം സംഭവിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ ഉദ്യോഗസ്ഥ അഴിമതികളൊന്നല്ലേ അത്, തട്ടിപ്പുകളിലൊന്നല്ലേ ഇത്. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥരോട് നടപടി എടുക്കണ്ടെന്ന് സർക്കാർ ഇപ്പം കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ലെന്നാണ്. പിന്നെ ഇപ്പൊ KN ബാലഗോപാൽ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്? കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് പൊട്ടിത്ത ഞങ്ങൾ ഇറങ്ങിയത് എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇതേനെ പുള്ളിക്ക് സംഭവിച്ചിട്ടുള്ളത്. പുള്ളിയൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ. അപ്പോൾ അങ്ങേര് അറിഞ്ഞിട്ടില്ല. അപ്പം ആകെ ഇത് അറിഞ്ഞത് പിണറായി വിജയനും അബ്ദുറഹ്മാനും ജയതിലക്കും പിന്നെ ആരായിരുന്നു ഒരാളും ആൻഡോ അഗസ്റ്റിനും. ഇത്രയും പേരെ ഇത് അറിഞ്ഞിട്ടുള്ളൂ. ഇവർ മാത്രമാണ് ഇത് അറിഞ്ഞത്. ഇവർ മാത്രം അറിഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ പൊടിയിട്ട് ഇവരുടെ കയ്യിലുള്ളത് അങ്ങാണ്ട് അവിടെ കൊണ്ട് വെളുപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ആസൂത്രണ പദ്ധതിയായിരുന്നു ഇത്. അപ്പോൾ GST അടയ്ക്കേണ്ടി വരും എന്നുള്ളത് അവർക്കറിയാം. കാരണം അവരുടെ വിചാരം എന്താ, ഭരണം നമ്മുടെ കയ്യിലാണ്. 3-ാം തവണ നമ്മൾ വരുമല്ലോ, ഇനി GST അടച്ചില്ലെങ്കിലും നമ്മളെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇവരെല്ലാം ചുമ്മാതല്ല ഇയാൾ ഹിസ്റ്റീരിയ ബാധിച്ച പോലെ ഈ ചാനലിൽ വന്നിരുന്ന തള്ളിക്കൊണ്ടിരുന്നത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? LDF അല്ലാതെ വേറെ ആരും വരും, LDF അല്ലാതെ ആരും വരത്തില്ല ഇത് സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. കാരണം ഇനി അങ്ങനെങ്ങാനും മാറി മറ്റവരെങ്ങാനും വന്നെങ്കിൽ. പക്ഷെ വേറൊരു കാര്യം നമ്മളെ ഞെട്ടിപ്പിച്ചൊരു വസ്തുതയുണ്ട്. BJPയിലായിരുന്നു ആദ്യം, ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലായിരുന്നു. പക്ഷെ ഇവനെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ UDFന്റെ മന്ത്രിസഭ ഭരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തത് 2016 തുടക്കം ഉമ്മൻചാണ്ടി മന്ത്രിസഭ. അന്ന് ഇവന് വേണ്ടി വിളിച്ച സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന ഒരു മന്ത്രിയായിരുന്നു. ഇവനെ ഇറക്കി വിടാൻ വേണ്ടി വിളിച്ചത്, ഇവന്മാരെ ഇറക്കി വിടാൻ വേണ്ടി വിളിച്ചത് അതേ ആള് ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് ഇവന്മാർക്കെതിരെ ഡയലോഗ് വിടുകയും അങ്ങനത്തെ പരിപാടികളാണ്. അദ്ദേഹം വ്യവസായി ആയതുകൊണ്ട് ഒരു വ്യവസായി മറ്റൊരു വ്യവസായികളുള്ള താല്പര്യം കൊണ്ട് സംഭവിച്ചായിരിക്കും. അതാണ്. അപ്പോൾ എന്തായാലും ഈ അഗസ്റ്റിൻ സഹോദരൻ, അഗസ്റ്റിൻ ബ്രദേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചു. വാർണർ ബ്രദേഴ്സ് സിനിമ ഇറക്കി. ഇവിടെ അഗസ്റ്റിൻ ബ്രദേഴ്സ് തട്ടിപ്പ് എന്ന് പറഞ്ഞ ഈ ലോകത്ത് ഏതൊക്കെ നൂതന തട്ടിപ്പുകളുണ്ടോ അതെല്ലാം ഇവന്മാർ കണ്ടുപിടിച്ചതാണ്. ഈ തിലകൻ സിനിമയിൽ പറയുന്നല്ലോ, ലോകത്തെ അമ്പരപ്പിക്കുന്ന 100 പ്രബന്ധങ്ങളിൽ ഒന്ന് ഇവൻ്റേതാന്ന് പറഞ്ഞ പോലെ ലോകത്തെ അമ്പരപ്പിക്കുന്ന 100 തട്ടിപ്പുകളിൽ ഒന്ന് ഇവന്മാരുടേത് തന്നെ. ഇത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. TMSന്റെ ഭാര്യ ഒരുപക്ഷെ പാർട്ടി നേരിട്ട് നിർദ്ദേശം കൊടുത്ത് അനുസരിച്ചായിരിക്കാം. പക്ഷെ മറ്റുള്ള 2 ഉദ്യോഗസ്ഥർ അവർ ഏത് പാർട്ടി പ്രസ്ഥാനം ആരെന്ന് നമുക്ക് അറിയാം. പേടിച്ചിട്ട് ചെയ്യുന്ന, അങ്ങനെയാണെങ്കിൽ പേടിച്ചിട്ട് ചെയ്തായിരിക്കും. ആ പാവങ്ങളും അങ്ങനെയാണെങ്കിൽ അവർ പിന്നെ സത്യസന്ധരാണ്. പക്ഷേ മുകളിൽ നിന്നുള്ള നിർബന്ധം കൊണ്ടാണ്, ഫോഴ്സ് കൊണ്ടാണ് ചെയ്തതെങ്കിൽ കഷ്ടമെന്നേ പറയാൻ വഴിയുള്ളൂ. എന്തായാലും ശരിയായ ദിശയിലാണ് അന്വേഷണം പോകുന്നത്. നമ്മുടെ MR അജിത്കുമാറിന്റെ കേസ് പോലെ തന്നെ ഇതും പോകും. ഇത് ഒന്നാമത്തെ കാര്യം, ഇവിടെ കോൺഗ്രസ്സുകാർക്കെന്നല്ല ഒരു നാട്ടിൽ ഒരു മനുഷ്യനും ഇഷ്ടമില്ലാത്ത ഒരു ചാനലാണ് ഈ റിപ്പോർട്ടർ ചാനൽ. അനാവശ്യ സെൻസേഷൻ ഉണ്ടാക്കി ഇല്ലാത്ത വാർത്തകൾ പടച്ചുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വളരെ മോശമായ രീതിയിൽ പോകുന്ന ഒരു മാധ്യമപ്രവർത്തനം. അപ്പോൾ അതിന് ഇങ്ങനൊരു പണി കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ആഗ്രഹവും.